ലേഡീസ് ആൻഡ് ജെന്റിൽ മലയാളീസ്, ഒരു സത്യാവസ്ഥ പറയട്ടെ. നിങ്ങൾ വെറും 15% ആൾക്കാർ മാത്രമായിരിക്കും ഈ വീഡിയോ ഒടുവോളം കാണുന്നത്. ചില മിനിറ്റുകൾക്കുള്ളിൽ ബാക്കിയുള്ളവർ പോയേക്കും ഒരു നോട്ടിഫിക്കേഷൻ, ഒരു പുതിയ കണ്ടന്റ് അല്ലെങ്കിൽ മറ്റൊരു ഡോപ്പമൈൻ ഹിറ്റ് കാരണം. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, കാരണം നിങ്ങളുടെ തലച്ചോറ് ഇപ്പോൾ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത രീതിയിൽ റീവയർ ചെയ്തിരിക്കുകയാണ്. ഇതിലും ഭയപ്പെടുന്ന ഒരു കാര്യം എന്തെന്നാൽ ഇത് മുതിർന്നവരെ മാത്രമല്ല ബാധിക്കുന്നത്. ഇന്നത്തെ കുട്ടികളിൽ ശാസ്ത്രജ്ഞർ വിളിക്കുന്ന വിർച്വൽ ഓട്ടിസം എന്ന കണ്ടീഷൻ ധാരാളമായി കാണപ്പെടുന്നു. 3 വയസ്സുകാരൻ കാർട്ടൂൺസ് പ്ലേ ചെയ്താലേ ഭക്ഷണം കഴിക്കൂ. 5 വയസ്സുകാരന് സംസാരിക്കാൻ അറിയില്ല, കാരണം സ്ക്രീനുകളാണ് അവളുടെ മാതാപിതാക്കൾ. കുട്ടികൾ ജയിലിലുള്ള തടവുകാരേക്കാൾ കുറച്ചു നേരം മാത്രമേ പുറത്തേക്ക് പോകുന്നുള്ളൂ, കാരണം പ്രഭാവം അത്രയും ഗുരുതരമാണ്. ബ്രെയിൻ കെമിസ്ട്രി തന്നെ മാറുകയാണ്. ഇതിലെ ശരിക്കുള്ള പ്രശ്നം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ഫോണിനെ നമ്മൾ ഒരിക്കലും പഴയ പോലെ കാണുകയില്ല. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി എവല്യൂഷൻ മിസ്മാച്ച്. എന്താണ് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പഴയ കാലത്തേക്ക് തിരിച്ചു പോകണം. നമ്മുടെ ഹണ്ടർ ഗ്യാദറർ പൂർവികരെ പരിചയപ്പെടണം. അവരുടെ ബ്രെയിൻ നമ്മുടെ ബ്രെയിനിനെ പോലെ തന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഒരു കാര്യം ചെയ്യാനായി ഇവോൾവ് ചെയ്തു. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുക, വേണമെന്നില്ലാത്ത കാര്യങ്ങൾ ഫിൽറ്റർ ചെയ്ത് കളയുക. അവൻ ഭക്ഷണം കണ്ടെത്തിയാൽ ബ്രെയിൻ ഡോപ്പമൈൻ അവിടെ റിലീസ് ചെയ്യും. നമുക്ക് 2025 വരാം. നമ്മുടെ ബ്രെയിൻ ആർക്കിടെക്ചർ അതേപോലെയാണ്. പക്ഷേ ഇന്നിപ്പോൾ ദിവസങ്ങളിൽ ഏതാനും തവണ മാത്രമായിരുന്ന റിവാർഡ് സിഗ്നൽസ് ഇപ്പോൾ നോൺ സ്റ്റോപ്പ് ആയി വരുന്നു. ഓരോ നോട്ടിഫിക്കേഷൻ, ലൈക്ക്, സ്ക്രോൾ അതേ സർക്യൂട്ടറി ആക്ടിവേറ്റ് ചെയ്യുന്നു. എന്താണ് ഇവിടുത്തെ പ്രശ്നം? നമ്മുടെ ബ്രെയിൻ ഇത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ജീവൻ രക്ഷിക്കാൻ വേണ്ടുന്ന സിഗ്നലാണോ അതോ ഒരു കാറ്റ് വീഡിയോ ആണോ എന്ന്. രണ്ടും ഒരേ രീതിയിൽ ഡോപ്പമൈൻ റിലീസ് ചെയ്യും. ഇതിനെ സയൻസ് വിളിക്കുന്നത് കോഗ്നിറ്റീവ് എവല്യൂഷണറി മിസ്മാച്ച് എന്നാണ്. നമ്മുടെ പരിസരം അതിവേഗത്തിൽ മാറി, പക്ഷേ ബ്രെയിൻ ഇപ്പോഴും സ്റ്റോണേജിലാണ്. ദ സ്മാർട്ട് ഫോൺ റെവല്യൂഷൻ 2007 സ്മാർട്ട് ഫോൺ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. 15 വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ബ്രെയിൻ കോൺസ്റ്റന്റ് നോവൽറ്റി ക്രേവ് ചെയ്യുന്നതിനായി പരിശീലിപ്പിക്കപ്പെട്ടു. ഡീപ് ഫോക്കസ് അൺനാച്ചുറൽ ആയി തോന്നാൻ തുടങ്ങി. 1960 മാർഷൽ മെക്ലൂഹൻ പറഞ്ഞിരുന്നു, ദ മീഡിയം ഇസ് ദ മെസ്സേജ്. കമ്മ്യൂണിക്കേഷന്റെ ഒരു രൂപമാണ് കണ്ടന്റിനേക്കാൾ കൂടുതലായി സമൂഹത്തെ ഷേപ്പ് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ഇത് ഒരുപാട് റെലവൻ്റ് ആണ്. ടിക്ടോക്ക്, റീൽസ്, ഷോർട്സ് എല്ലാം ഷോർട്ട് ബസ് ഓഫ് അറ്റൻഷന് വേണ്ടി ഡിസൈൻ ചെയ്തവയാണ്. ഇൻഫൈനൈറ്റ് സ്ക്രോൾ, ഓട്ടോ പ്ലേ, 15 സെക്കൻഡ് ക്ലിപ്സ് ഇവയെല്ലാം എൻഗേജ്മെന്റ് റിവാർഡ് ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ബ്രെയിൻ ഇമ്മീഡിയറ്റ് റിവാർഡ്സിനെ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മീഡിയത്തിന്റെ ഡിസൈൻ നമ്മളെ കണ്ടീഷൻ ചെയ്യുന്നു. നമ്മൾ കാണുന്ന കണ്ടന്റിനെ നിയന്ത്രിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ശരിയായ സത്യം മീഡിയം തന്നെയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. 1995 ഒരു മധ്യവയസ്ക കുടുംബം. അച്ഛൻ ന്യൂസ് പേപ്പർ വായിക്കുന്നു, അമ്മ ദിനം പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു, മകൾ ഹോംവർക്കിനായി സഹായം ചോദിക്കുന്നു, മകൻ ടോയ് കാർ കളിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് സംസാരിക്കുന്നു, ബന്ധപ്പെടുന്നു. 2025 കുടുംബം. അച്ഛൻ ഫോണിൽ ന്യൂസ്, അമ്മ OTT ഷോ അല്ലെങ്കിൽ കാൻഡി ക്രഷ് ഓർ ഫേസ്ബുക്ക്, മകൾ ഇൻസ്റ്റാഗ്രാം, മകൻ യൂട്യൂബ് ഷോർട്സ്. എല്ലാവരും ഒരേ മുറിയിൽ ഫിസിക്കലി ഉണ്ടെങ്കിലും മെന്റലി വേർതിരിച്ച ഡിജിറ്റൽ വേൾഡുകളിലാണ്. കോൺവെർസേഷൻ ഇല്ല, ബന്ധമില്ല, ബ്ലൂ ലൈറ്റ് മാത്രം. 2024 സർവേ പ്രകാരം 66% പാരന്റ്സും പറയുന്നു അവരുടെ കുട്ടികൾ സോഷ്യൽ മീഡിയയിലും ഗെയിംസിനും അഡിക്റ്റഡ് ആണ്. 58% റിപ്പോർട്ട് കൂടുതൽ അഗ്രഷൻ ആൻഡ് ഇംപേഷ്യൻസ്. WHO പറയുന്നു 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 0 സ്ക്രീൻ ടൈം ആണ് ആവശ്യം. 2 to 4 വയസ്സിന് പരമാവധി 1 മണിക്കൂറാണ് നൽകേണ്ടത്. പക്ഷേ ഇന്ത്യയിൽ അണ്ടർ 5 കുട്ടികൾ ആവറേജ് 2.2 hours ഓഫ് സ്ക്രീൻ ടൈം ആണ് കറന്റ് ഉള്ളത്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 1.2 hours ഓഫ് സ്ക്രീൻ ടൈം. നമുക്ക് റിയൽ കേസ് കൺസിഡർ ചെയ്യാം. ഗുരഗണിലെ ആരവ് 9 വയസ്സ്. 1 വയസ്സിൽ തന്നെ ഫോൺ കിട്ടി. ആദ്യം പാരന്റ്സിന് സൗകര്യമായിരുന്നു, പക്ഷെ ആരവ് ഫോൺ ഇല്ലാതെ ഭക്ഷണം പോലും കഴിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. 4 വയസ്സിൽ സ്വന്തം ഫോൺ, പുറത്തുപോയി കളിക്കുന്നതിന് പകരം സ്ക്രീൻ. കണ്ണിന് കാഴ്ച കുറയുകയും കണ്ണട വേണമെന്നാവുകയും ചെയ്തു. ഹെഡേക്ക് തുടങ്ങി. സ്ക്രീൻസ് ഒഴിവാക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ അഡിക്ഷൻ അത്രയും സിവിയർ ആയിരുന്നു. അതിന് കാരണം ഫോൺ എടുത്താൽ ആരോ ടാൻട്രം കാണിക്കാൻ തുടങ്ങും, തല മതിലിന് മേലിടിക്കും, ഒരു ഡ്രഗ് അഡിക്റ്റിനെ പോലെ. പ്രിയയുടെ മകൾ 2 വയസ്സിൽ മമ്മ പപ്പ എന്ന് പറഞ്ഞു. പക്ഷേ സ്ക്രീൻ ഓവർലോഡിന് ശേഷം സ്പീച്ച് ഡെവലപ്മെന്റ് നിലച്ചു. 5 വയസ്സിലും ശരിയായി സംസാരിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് ഇത് കുട്ടികളെ കമ്മ്യൂണിക്കേഷനെ എഫക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ലാംഗ്വേജ് ഡിലേ. കുട്ടികൾ സംസാരിക്കുന്ന ഇന്ററാക്ഷൻ വേണം. പാരന്റ്സിന്റെ മുഖവും ലിപ് മൂവ്മെന്റും കാണണം. സ്ക്രീൻസിൽ അതില്ല. കാർട്ടൂണിൽ പോലും ലിപ് മൂവ്മെന്റ് മാച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. JMA പീഡിയാട്രിക്സിന്റെ പഠനം പ്രകാരം അണ്ടർ 1 year ഉള്ള കുട്ടികൾ സ്ക്രീൻ എക്സ്പോഷർ ഉണ്ടെങ്കിൽ 9 വയസ്സിൽ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിങ്, ഇമോഷണൽ കൺട്രോൾ, സോഷ്യൽ സ്കിൽസ് എല്ലാം ദുർബലമാകും. ഇതിലുണ്ടാകുന്ന കുറച്ച് ഫിസിക്കൽ എഫക്ട്സ് എന്തെന്നാൽ ബ്രൈറ്റ് കളേഴ്സ്, ഫ്ലാഷ് കട്ട്സ്, റെപ്പിറ്റേറ്റീവ് സൗണ്ട്സ് എല്ലാം അഡിക്ഷന് കാരണമാകും. കോൺസിക്വൻസസ് ഇൻക്ലൂഡ് മയോപ്പിയ. 2050 ഇന്ത്യയിലെ പകുതി കുട്ടികൾക്കും ഗ്ലാസസ് ഉണ്ടാകുമെന്ന് ഫോർകാസ്റ്റ് ചെയ്യുന്നു. സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ടാകും ഡ്യൂ ടു മെലാറ്റോണിൻ സപ്രഷൻ. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ കോക്കോ മെലോൺ എഫക്ട്. കോക്കോ മെലോൺ പോലെയുള്ള ചാനലുകൾ ഡെലിബറേറ്റ്ലി കുട്ടികളെ അഡിക്റ്റ് ആക്കുന്നു. ബ്രൈറ്റ് സാച്ചുറേറ്റഡ് കളേഴ്സ്, എനർജറ്റിക് മ്യൂസിക്, സീൻ ചേഞ്ച് ഓരോ 2 to 3 സെക്കൻഡ്സിലും, കോൺസ്റ്റന്റ് മൂവ്മെന്റ്. ഇതിന് റിസൾട്ടായി ഫോക്കസ് കുറയുന്നു, അറ്റൻഷൻ സ്പാൻ കുറയുന്നു, റിയൽ ലൈഫ് ആക്ടിവിറ്റീസ് ബോറിംഗ് ആകുന്നു. പല പാരന്റ്സും ADHD, ഓട്ടിസം ലൈക്ക് സിംറ്റംസ് ധാരാളമായി റിപ്പോർട്ട് ചെയ്യുന്നു. അഡൽട്ട് ബ്രെയിൻ റോട്ടിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഇത് കുട്ടികൾക്ക് മാത്രമല്ല അഡൽട്സിനും ബാധകമാണ്. നോട്ടിഫിക്കേഷൻസ് കൊണ്ട് 30 സെക്കൻഡിൽ ഒരിക്കൽ ശ്രദ്ധ പോകുന്നു. മെമ്മറി കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. ജസ്റ്റ് ഇൻ ടൈം മെമ്മറി മാത്രം. നമുക്കിതിനെ ഒരു സ്ലോട്ട് മെഷീൻ പോലെ കാണാം. വി കോൾ ഇറ്റ് ദിസ് ഡോപ്പമൈൻ സ്ലോട്ട് മെഷീൻ ഇഫക്ട്. ഓരോ സ്വൈപ്പിലും ഒരു ചെറിയ റിവാർഡ് കിട്ടുന്നു, റീഇൻഫോഴ്സിംഗ് ദ ബിഹേവിയർ ആൻഡ് മേക്കിംഗ് ഇറ്റ് ഹൈലി അഡിക്റ്റീവ്.
നെഗറ്റീവ്. ഇത് കാരണം പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റിവിറ്റി മറ്റും കുറയുന്നു. കോംപ്ലക്സ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ് നഷ്ടമാകുന്നു. എന്താണ് ഇതിനുള്ള പരിഹാരം? പാരൻസിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 0 സ്ക്രീൻ ടൈം നിർബന്ധമാക്കണം. കുട്ടികളെ സ്ക്രീനിൽ നിന്ന് മാറ്റി പുറത്ത് കളിക്കാൻ പസിൽസ്, ക്രിയേറ്റീവ് പ്ലേക്ക് പ്രോത്സാഹിപ്പിക്കണം. സ്ക്രീൻ ഫ്രീ സോൺസ് ക്രിയേറ്റ് ചെയ്യണം. ബെഡ്റൂം, ഡൈനിങ് ടേബിൾ എന്ന സ്ഥലത്തൊക്കെ സ്ക്രീൻ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ പാരൻസും അഡൾട്ട്സും ആദ്യം സ്വന്തമായിട്ട് സ്ക്രീൻ ടൈം കുറച്ചാൽ മാത്രമേ കുട്ടികൾ ആ ഒരു ബിഹേവിയർ കോപ്പി ചെയ്യാതിരിക്കാൻ പഠിക്കുകയുള്ളൂ. നിങ്ങൾ സ്മാർട്ട് ഫോണിന് അഡിക്റ്റഡ് ആണെങ്കിൽ അഡിക്റ്റഡ് ആയി എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. നമുക്കൊരു അഡിക്ഷൻ പെട്ടെന്ന് മാറ്റാൻ പറ്റുകയില്ല, പക്ഷെ പ്രോഗ്രസീവ് ആയിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്ത് മാറ്റാനേ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ബാത്റൂമിൽ ഡിജിറ്റൽ ഡിവൈസ് എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ് ഞാൻ സജസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഫോൺ കയ്യിലുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ ഒളിപ്പിച്ച് വയ്ക്കുക. കുറച്ച് ബുക്കുകളിലോ അതിൻ്റെ മുകളിൽ വയ്ക്കുകയോ എവിടെയെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കുകയോ ചെയ്യുക. ഇത് ചെയ്താൽ നമ്മൾ ഓരോ തവണ ഫോൺ ക്രേവ് ചെയ്യുമ്പോൾ നമ്മൾ അവെയർ ആയിരിക്കും. നമ്മൾ ഒളിപ്പിച്ച് വെച്ച ഫോൺ ഇത്ര പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പോയി തോന്നുന്നു. ദിസ് അവയർനെസ് വിൽ ഹെൽപ്പ് us reduce our addiction. എല്ലാ ദിവസവും ഡോപ്പമൈൻ റീസെറ്റിന് കുറച്ച് ടൈം കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour എങ്കിലും ഡോപ്പമൈൻ സ്റ്റിമുലേഷൻ ഇരിക്കാതിരിക്കുക. പ്രത്യേകിച്ച് രാവിലെ ഒരു 2-3 മണിക്കൂർ ഫോണെ ഉപയോഗിച്ചില്ലെങ്കിൽ അത്രയും നല്ലത്. മൈൻഡ്ഫുൾ കൺസെപ്ഷൻ. ഒരു റീൽ കണ്ട ഉടനെ മറ്റേ റീലോട്ട് സ്ക്രോൾ ചെയ്യാതെ ഒരു വീഡിയോ പ്രോപ്പറായിട്ട് കണ്ട് അതിനെപ്പറ്റി റിഫ്ലക്ട് ചെയ്യുക. ഒന്ന് അവെയർ ആവുക. അവയർനെസ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു പ്രിവെന്റ് ആൻ അഡിക്ഷൻ. കൺഗ്രാറ്റുലേഷൻസ്. ഇവിടം വരെ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾ ആ 15% ഒരാളാണ്. 1 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആൻസസ്റ്റേഴ്സ് സെലക്റ്റീവ് അറ്റൻഷൻ കൊണ്ടാണ് ജീവിച്ചത്. ഇന്ന് ജീവിക്കാൻ ഡീപ്പ് അറ്റൻഷൻ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഈ ഒരു കാലത്ത് നമുക്ക് ടെക്നോളജി റിജക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഫോക്കസ്, മെമ്മറി, ക്രിയേറ്റിവിറ്റി ഇവ സംരക്ഷിക്കേണ്ടതാണ്. ഞാനൊരു മെന്റലിസ്റ്റ് ആണ്. നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ പറയാം. വീഡിയോ കഴിഞ്ഞ ശേഷം ഉടനെ സ്ക്രോൾ ചെയ്യാനിരിക്കാതെ 1 മിനിറ്റ് ശാന്തമായിരിക്കുക. നിങ്ങളുടെ മനസ്സ് എന്താണ് നിങ്ങളോട് പറയുന്നത് 1 മിനിറ്റ് ചിന്തിക്കുക. എന്ത് മാറ്റം വേണമെന്ന് നിങ്ങളോട് തന്നെ ചോദിക്കും. സെൽഫ് അവയർനെസ് ബ്രെയിൻ റോട്ടിനെതിരെയുള്ള ശക്തമായ ഒരു ആയുധമാണ്. നിങ്ങൾക്കോ കുട്ടികൾക്കോ സ്ക്രീൻ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി സഹായകരമായ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടുക. ബാക്കി ആൾക്കാർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും, എനിക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഡ്രഗ് അഡിക്ഷനും ആൽക്കഹോൾ അഡിക്ഷനും ഒക്കെ നമ്മൾ ധാരാളം ഡിസ്കസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇങ്ങനെ അഡിക്ഷൻ നമ്മൾ അധികം അപകടകരമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഡിസ്കഷനിൽ വരുന്നില്ല. പക്ഷേ ബാക്കി അഡിക്ഷൻസിനെക്കാളും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് വരുന്ന ഒരു അഡിക്ഷൻ ആണിത്. സോ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് യു ഷെയർ ദിസ് വീഡിയോ ടു പീപ്പിൾ ഹു മൈറ്റ് നീഡ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ സ്റ്റിക്കിംഗ് അറൗണ്ട് ടിൽ ദി എൻഡ് ഓഫ് ദി വീഡിയോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15% ഒരാൾ നിങ്ങളാണ്. സോ യു ഹാവ് അറ്റ്ലീസ്റ്റ് സം കൈൻഡ് ഓഫ് അറ്റൻഷൻ സ്പാൻ. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ബാക്കിയുള്ള ആൾക്കാരിലും ഈ മെസ്സേജ് എത്തിക്കുക. വീഡിയോ ഷെയർ ചെയ്ത് തന്നെ എത്തിക്കണമെന്നില്ല, പറഞ്ഞെത്തിച്ചാലും മതി. ഇഫ് യു വാണ്ട് മീ ടു മേക്ക് എ വീഡിയോ അബൌട്ട് എനി സർട്ടൻ ടോപ്പിക്, ആ ടോപ്പിക്ക് താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടിരുന്നാൽ മതി. ഐ വിൽ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. അൺലൈസ് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. ശുഭരാത്രി, ശുഭനിദ്ര. Goodbye.